എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ലഭിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇന്ന് ഇൻസ്റ്റാഗ്രാമിലൂടെ എനിക്ക് വന്ന ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. കാരണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും രീതിയിലുള്ള ചെറിയ മിസ്റ്റേക്കുകളോ കാര്യങ്ങളോ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനി ഒരുപാട് കോണ്ടൻറ്റുകൾ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്യണം. അങ്ങനെയാണ് എനിക്കും അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ചോദ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. അദ്ദേഹത്തിന് ഡിസൈനിങ്ങും എഡിറ്റിങ്ങും ഒരുപോലെ താല്പര്യമുള്ള രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ ഇതിലേത് പാത്ത് തിരഞ്ഞെടുക്കണം എന്നതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. സാധാരണഗതിയിൽ ഒരാൾ ഏത് കരിയർ തിരഞ്ഞെടുക്കണം, അയാൾ എന്ത് ജോലി ചെയ്യണമെന്നൊന്നും ഒരിക്കലും മറ്റൊരാൾക്ക് എപ്പോഴും സജസ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. നമുക്ക് അത്യാവശ്യം പരിചയമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നമുക്കറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റ് എന്താണ്, അദ്ദേഹത്തിൻ്റെ കഴിവ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സജഷൻ കൊടുക്കാം. അല്ലാത്ത പക്ഷം ഒരാൾക്ക് ഇതിലേത് പാത്ത് തിരഞ്ഞെടുക്കണമെന്നൊന്നും നമുക്ക് അങ്ങനെ ബ്ലൈൻഡായിട്ട് ഒരു സജഷനൊന്നും പറയാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഡിസൈനിങ് ആണെങ്കിലും വീഡിയോ എഡിറ്റിംഗ് ആണെങ്കിലും ഒരുപാട് സാധ്യതകളുള്ള ഒരു ജോലിയാണ്. ഒരുപാട് ആളുകളെ ആവശ്യമായിട്ട് ഇപ്പോഴും പല സ്ഥാപനങ്ങളിലും അവർ വീഡിയോ എഡിറ്റ് ചെയ്യുന്നവരെയും ഡിസൈൻ ചെയ്യുന്നവരെയൊക്കെ ഹയർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഓട്ടോമേറ്റഡ് ആകുന്നുണ്ട്. അതുകൊണ്ട് ഭാവിയിൽ ചെറിയൊരു സ്ട്രഗിൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്നാലും ഒരുപാട് സ്ഥാപനങ്ങളിലേക്ക് നല്ല നല്ല കഴിവുള്ള ഡിസൈനേഴ്സിനെയും നല്ല ക്വാളിറ്റിയിൽ നല്ല ക്രിയേറ്റീവായിട്ട് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ആളുകളെയും അവർ ഹയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലേത് പാത്തിലൂടെ നിങ്ങൾ പോയാലും നിങ്ങൾ അതിൽ പുതിയ പുതിയ അപ്ഡേറ്റുകൾ മനസ്സിലാക്കി പുതിയ സോഫ്റ്റ്വെയറുകളും പുതിയ പ്ലഗിൻസും പുതിയ മെത്തേഡുകളെല്ലാം നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ രണ്ട് മേഖലയിലും നല്ലൊരു ഭാവി നിങ്ങൾക്ക് ഉണ്ടാകാൻ ഉള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിന് ഒരു വിൻഡോസ് ലാപ്ടോപ്പ് മേടിക്കണോ, അതോ ഒരു മാക്ബുക്ക് മേടിക്കണോ, അതോ ഒരു മാക് മിനി മേടിക്കണോ, ഇതിലേത് മേടിക്കുന്നതായിരിക്കും അദ്ദേഹത്തിൻ്റെ ജോലിക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആകുന്നത് എന്നതാണ് ചോദ്യം. അദ്ദേഹം ഒരുപാട് ട്രാവലിങ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് എവിടെ പോയാലും ഒരു കമ്പ്യൂട്ടർ കൂടെ കൊണ്ടുപോകണമെന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലാപ്ടോപ്പ് സ്വഭാവത്തിലുള്ള ഒരു ഡിവൈസ് തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. മാക്ബുക്കോ അല്ലെങ്കിൽ വിൻഡോസ് ലാപ്ടോപ്പോ ഇതിലേതെങ്കിലും ഒരു പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. കൂടുതലും ഇൻഡോർ വീട്ടിലിരുന്നിട്ട് തന്നെയുള്ള എഡിറ്റിങ്ങോ ഡിസൈനിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മാക് മിനി പോലുള്ള പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ ഐമാക്ക് പോലുള്ള പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുന്ന PC അങ്ങനെയുള്ള ഡിവൈസുകളായിരിക്കും കുറച്ചും കൂടി നല്ലത്. പിന്നെ മാക്ബുക്ക് മേടിക്കണോ വിൻഡോസ് ലാപ്ടോപ്പ് മേടിക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ രണ്ടും ഉപയോഗിച്ച് നോക്കുക എന്നതാണ് എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളത്. രണ്ടിൻ്റെയും ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. അതിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ സാധ്യതയുള്ള സോഫ്റ്റ്വെയറുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ആപ്പിൾ FCP ഉപയോഗിക്കുന്ന സുഹൃത്തുക്കൾക്കാണെങ്കിൽ തീർച്ചയായിട്ടും മാക് OS റൺ ചെയ്യുന്ന ഒരു ഡിവൈസ് മസ്റ്റാണ്. അപ്പോൾ അതിലായിരിക്കും കൂടുതൽ അദ്ദേഹത്തിന് ഈസി ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. പ്രീമിയർ ആണെന്നുണ്ടെങ്കിൽ മാക് OSലും വിൻഡോസിലും ഒരുപോലെ സപ്പോർട്ട് ചെയ്യും. റിസോൾവ് പോലുള്ള സോഫ്റ്റ്വെയറുകളും രണ്ടിലും സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഏത് സോഫ്റ്റ്വെയറാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാനായിട്ട് സാധ്യതയുള്ളത്, അത് ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് കൂടുതൽ കമ്പാറ്റബിളായിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പല ആളുകളും പല സ്വഭാവത്തിലുള്ള ഫയലുകളായിരിക്കും വർക്ക് ചെയ്യുന്നത്. വീഡിയോ ഫയലുകളാണെങ്കിൽ പോലും അല്ലെങ്കിൽ വീഡിയോ ഫയലാണെങ്കിലും ഇപ്പോൾ ഒരു ഡിസൈനിങ് ചെയ്യേണ്ട PSD ഫയൽസ് ആണെന്നുണ്ടെങ്കിലും ഇതിലെല്ലാം പല ആളുകളും പല രീതിയിലുള്ള പ്ലഗിൻസുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും. അപ്പോൾ പല പ്ലഗിൻസ് അല്ലെങ്കിൽ പല എഫക്ട്സുകളും രണ്ട് വിൻഡോസിലാണെങ്കിലും മാക് OSലാണെങ്കിലും രണ്ട് രീതിയിൽ പലപ്പോഴും വർക്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചില പ്ലഗിൻസ് വിൻഡോസിൽ വളരെ ഫാസ്റ്റായിട്ട് റൺ ചെയ്യുന്നുണ്ട്. ഏകദേശം അതേ കോൺഫിഗറേഷൻ അതേ സ്പീഡുള്ള ഒരു മാക് ഡിവൈസിൽ നോക്കുന്ന സമയത്ത് ഇത് രണ്ടും തമ്മിൽ പലപ്പോഴും എനിക്ക് വേരിയേഷൻസ് തോന്നിയിട്ടുണ്ട്. അത് ഈ കമ്പാറ്റബിലിറ്റി അങ്ങനെയുള്ള കുറച്ച് ഇഷ്യൂസ് കൊണ്ടാണ് ഇത് വരുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ രണ്ട് പ്രൊഡക്റ്റിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് കംപ്ലൈൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് റിപ്പയർ ചെയ്യാൻ സാധിക്കുന്നത് ഏതാണ് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും മനസ്സിൽ വെക്കുക. നമുക്ക് എക്സ്റ്റൻഡഡ് വാറണ്ടിയൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ എന്നാലും ഭാവിയിലൊരു റിപ്പയറിങ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ചാർജിൽ റിപ്പയർ ചെയ്യാൻ സാധിക്കുന്നത് ആണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്നുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചിട്ട് ചെയ്യുക. ചില മാക്കിൻ്റെ ഡിവൈസുകളൊക്കെ റിപ്പയർ ചെയ്യാനായിട്ട് അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ്. വിൻഡോസ് ലാപ്ടോപ്പിലും ചില പ്രൊഡക്റ്റുകൾ കോസ്റ്റ്ലിയാണ്. പക്ഷേ സാധാരണഗതിയിൽ എൻ്റെ ഒരു അനുഭവം വെച്ച് മാക് ഡിവൈസുകൾ റിപ്പയർ ചെയ്യാനായിട്ട് കുറച്ച് കോസ്റ്റ് കൂടുതലാണ്. പ്രത്യേകിച്ച് M1 M2 പോലുള്ള ഡിവൈസുകൾ SoC ടെക്നോളജി ആയതുകൊണ്ട് തന്നെ നമുക്ക് ചില കംപ്ലൈൻറ്റുകൾ വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ മെയിൻ ബോർഡ് തന്നെ മാറ്റേണ്ട ആവശ്യങ്ങൾ വരാറുണ്ട്.
പിന്നെ മാക്ബുക്കും ലാപ്ടോപ്പുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ആദ്യം നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ ബഡ്ജറ്റ് എന്താണ്. ഇപ്പോൾ ഒരു 1.5 ലക്ഷം രൂപയാണ് അല്ലെങ്കിൽ ഒരു 1 ലക്ഷം രൂപയാണ് നിങ്ങളുടെ ബഡ്ജറ്റ് എന്നുണ്ടെങ്കിൽ ആ പ്രൈസിൽ രണ്ട് ഡിവൈസിൽ, അതായത് വിൻഡോസ് ലാപ്ടോപ്പിലും അല്ലെങ്കിൽ മാക്ബുക്കിലും നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ള പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക, ലിസ്റ്റ് ചെയ്യുക. അതിൽ അതിൻ്റെ കോൺഫിഗറേഷൻ എത്രത്തോളം ഡിഫറൻസ് ഉണ്ട്. ചില പ്രൊഡക്റ്റുകൾ നമുക്ക് 32 GB റാം പ്രൈസിന് കിട്ടും, ചിലതിൽ 16 GB കിട്ടത്തുള്ളൂ. സ്റ്റോറേജ് ചിലതിൽ 512 GB കിട്ടത്തുള്ളൂ, ചിലതിൽ 1 TB വരെയൊക്കെ നമുക്ക് കിട്ടും ഈ സെയിം പ്രൈസ് റേഞ്ചിൽ. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. ഇതിൽ ഏത് ഫീച്ചറാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായിട്ട് തോന്നുന്നത് ആ ഡിവൈസ് തിരഞ്ഞെടുക്കുക. പിന്നെ മാക്ക് ഡിവൈസുകൾ നിങ്ങൾ മേടിക്കുന്ന സമയത്ത് എനിക്ക് മിനിമം എൻ്റെ ഒരു സജഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആപ്പിളിൻ്റെ എന്ത് പ്രൊഡക്റ്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിലും മിനിമം 16 GB റാമും 512 GB ഇൻറ്റേർണലുള്ള ഡിവൈസുകൾ മേടിക്കുക. അതിൻ്റെ താഴെയുള്ളത് മേടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രത്യേകിച്ച് പുതിയ M1 M2 പോലുള്ള ഡിവൈസുകൾ അപ്ഗ്രേഡബിൾ അല്ല. അതുകൊണ്ട് മേടിക്കുമ്പോൾ തന്നെ മിനിമം 16 GB റാമും 512 GB ഉള്ള ആപ്പിൾ ഡിവൈസുകൾ മേടിക്കുക. അതായത് മാക്ബുക്കോ അല്ലെങ്കിൽ മാക് സ്റ്റുഡിയോയോ അല്ലെങ്കിൽ എന്താ പറയുക മാക് മിനി പോലുള്ള ഡിവൈസുകൾ മേടിക്കുക. പിന്നെ വിൻഡോസ് ലാപ്ടോപ്പുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സെയിം 16 GB റാമും 512 GB ഇൻറ്റേർണലുള്ള മോഡലുകൾ മേടിക്കുക. ഇൻ്റലിൻ്റെ ഏത് പ്രോസറാണെന്നുണ്ടെങ്കിലും H സീരീസ് മേടിക്കുക. AMDക്കും അത്യാവശ്യം ഉയർന്ന ക്ലോക്ക് സ്പീഡ് സപ്പോർട്ട് ചെയ്യുന്ന കുറേ മോഡലുകൾ പല ജനറേഷനിൽ ഇതിപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ആ ജനറേഷനൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ കോഡ് നെയിം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏത് ജനറേഷനിലുള്ള പ്രോസസ്സറാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് ഇൻ്റൽ ആണെങ്കിൽ AMD ആണെങ്കിൽ. അപ്പോൾ അത് നോക്കിയിട്ട് അത്യാവശ്യം ന്യൂവർ ജനറേഷൻ ആയിട്ടുള്ള പ്രോസസ്സറുകൾ തിരഞ്ഞെടുക്കുക. AMDയിലാണെങ്കിൽ മിനിമം Ryzen 5 ആയിരിക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, ഇൻ്റലിലാണെങ്കിൽ i5. അപ്പോൾ അതിൻ്റെ ലേറ്റസ്റ്റ് സീരീസ് നോക്കുക. അത്യാവശ്യം നല്ല മികച്ച ക്ലോക്ക് സ്പീഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഈ എഡിറ്റിങ്ങിന് U സീരീസ് പ്രോസസ്സറുകളൊന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം U സീരീസ് പ്രോസസ്സറുകളെല്ലാം കൂടുതൽ എന്താണ് പറയുക, ലോവർ പവർ കൺസപ്ഷനിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസുകളാണ്. അപ്പോൾ അതിൽ നിന്നൊന്നും ഒരു പരിധിക്കുള്ള പെർഫോമൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് അത്യാവശ്യം ക്ലോക്ക് സ്പീഡുള്ള അത്യാവശ്യം നല്ല പെർഫോമൻസ് നൽകുന്ന i5 i7 പിന്നെ അതിന് മുകളിലേക്ക് ഒരുപാട് ഡിവൈസുകളുണ്ടല്ലോ. ഇപ്പോൾ AMDയിലാണെങ്കിൽ Ryzen 5 Ryzen 7 അതിന് മുകളിലേക്ക് Ryzen 9 അങ്ങനെ പല സീരീസുകളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബെഞ്ച് മാർക്ക് നിങ്ങൾ നോക്കിയതിന് ശേഷം അത്യാവശ്യം നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ട പെർഫോമൻസ് ഉള്ള ഒരു പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കുക വിൻഡോസ് ലാപ്ടോപ്പ് ആണെങ്കിൽ. പിന്നെ NVIDIA RTX ഗ്രാഫിക്സ് കാർഡുള്ള വിൻഡോസ് ലാപ്ടോപ്പുകളാണെന്നുണ്ടെങ്കിൽ അതിലിപ്പോൾ NVIDIA ബ്രോഡ്കാസ്റ്റ് പോലുള്ള ടെക്നോളജികൾ സപ്പോർട്ടിംഗ് ആണ്. ഇപ്പോൾ ഒരുപാട് ലൈവ് സ്ട്രീമിംഗ് ഒക്കെ ചെയ്യുന്ന സുഹൃത്തുക്കൾക്കാണെങ്കിൽ ഐ കോണ്ടാക്റ്റ് എന്ന് പറയുന്നൊരു ഫീച്ചറുണ്ട്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ക്യാമറയിൽ നോക്കാതെ കുറച്ച് മാറി നോക്കിയിട്ടാണ് വീഡിയോ ചെയ്യുന്നതെന്നുണ്ടെങ്കിലും നമ്മുടെ കണ്ണുകളെ ക്യാമറയിലേക്ക് നോക്കുന്ന രീതിയിലേക്കൊക്കെ മാറ്റാൻ സഹായിക്കുന്ന ടെക്നോളജി NVIDIA ബ്രോഡ്കാസ്റ്റ് പോലുള്ള സോഫ്റ്റ്വെയറുകൾക്ക് ഉണ്ട്. അപ്പോൾ അത് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ NVIDIAയുടെ ചില വെർഷൻ ഗ്രാഫിക്സ് കാർഡുകൾ ഉപയോഗിച്ചാലാണ് ആ ഫീച്ചർ നമുക്ക് ലഭിക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാനും പിന്നെ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് നോയ്സോ എക്കോ ഒക്കെ ഉണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ടെക്നോളജികളും ഈ NVIDIA ബ്രോഡ്കാസ്റ്റ് പോലുള്ള സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ച് നടക്കും. അത് മെയിനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് NVIDIA RTX സീരീസ് ഗ്രാഫിക്സ് കാർഡുകളുള്ള ചില ഡിവൈസുകളാണ്. GTX സീരീസിലുള്ള ചില ഗ്രാഫിക്സ് കാർഡുകളിലും അതിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ടെന്ന് ഞാൻ കേട്ടു. അത് ചെക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അതും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ വലിയൊരു വ്യത്യാസം, നിങ്ങൾ മാക്ബുക്കും വിൻഡോസ് ലാപ്ടോപ്പും തമ്മിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള വിൻഡോസ് ലാപ്ടോപ്പും അത്യാവശ്യം നല്ല M1 M2 പ്രോസസ്സർ ഉപയോഗിക്കുന്ന മാക്ബുക്ക് ഡിവൈസുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു വ്യത്യാസം, ചില വിൻഡോസ് ഹൈ പെർഫോമൻസ് ലാപ്ടോപ്പുകൾ നിങ്ങൾ AC പവർ കൊടുക്കാതെയാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ പെർഫോമൻസ് നല്ല രീതിയിൽ കുറയുന്നതായിട്ട് കാണാം. പക്ഷേ ചില മാക്ബുക്ക് ഡിവൈസുകൾ നിങ്ങൾ AC പവർ ഡയറക്റ്റ് കൊടുത്തില്ലെങ്കിലും അതിൻ്റെ ബാറ്ററി ഉപയോഗിച്ച് തന്നെ മികച്ച പെർഫോമൻസ് തരുന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും AC പവർ ആക്സസിബിൾ അല്ലാത്ത രീതിയിലുള്ള വർക്കുകളാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ ബെറ്റർ പെർഫോമൻസ് നിങ്ങൾക്ക് മാക്ബുക്ക് ഡിവൈസുകളിൽ നിന്ന് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻഡോസ് ലാപ്ടോപ്പുകളിൽ മെയിനായിട്ട് ഏറ്റവും കൂടുതൽ പവർ കൺസ്യൂം ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന് അതിൻ്റെ പ്രോസസ്സർ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പിന്നെ ഗ്രാഫിക്സ് കാർഡ് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും. ഈ വീഡിയോ റെൻഡറിങ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് കൂടുതലും ഗ്രാഫിക്സ് കാർഡുകൾ യൂസ് ചെയ്യാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഗ്രാഫിക്സ് കാർഡും പ്രോസസ്സറും ഒരേ സമയം നല്ല രീതിയിൽ പവർ കൺസ്യൂം ചെയ്യുന്ന സമയത്ത് അത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ലാപ്ടോപ്പിൻ്റെ ബാറ്ററികൾക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട പെർഫോമൻസ് ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ ചില ലാപ്ടോപ്പിൻ്റെയൊക്കെ ഒപ്പം 140 150 വാട്ട് സപ്പോർട്ട് ചെയ്യുന്ന AC അഡാപ്റ്ററുകൾ അവർ കൊടുക്കാറുണ്ട്. അപ്പോൾ അത് കണക്ട് ചെയ്യുന്ന സമയത്താണ് ഈ പ്രോസസ്സറിനും ഗ്രാഫിക്സ് കാർഡിനും ഏറ്റവും കൂടുതൽ പെർഫോമൻസ് നൽകാൻ സാധിക്കുന്ന അത്ര എനർജി ലഭിക്കത്തുള്ളൂ.
പിന്നെ മാക് മിനിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ M1 ആവട്ടെ M2 ആവട്ടെ, നിങ്ങൾ ആ സെയിം കോൺഫിഗറേഷനിലുള്ള ഒരു മാക്ബുക്ക് മേടിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രൈസ് നല്ല ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ നല്ലൊരു ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മാക് മിനി മേടിച്ച് കഴിഞ്ഞാൽ കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് സെയിം പെർഫോമൻസ് ഒരു മാക്ബുക്കിനേക്കാൾ ചിലപ്പോൾ പെർഫോമൻസ് നിങ്ങൾക്ക് കിട്ടും. കാരണം 16 GB റാമും 512 GB ഉള്ള ഒരു മാക്ബുക്കിൻ്റെ വിലയും 16 GB റാമും 512 GB ഇൻറ്റേർണലുള്ള ഒരു മാക് മിനിയുടെ വിലയുടെ ഡിഫറൻസ് നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് ആ സെയിം കോൺഫിഗറേഷൻ കുറഞ്ഞ വിലയിൽ ലഭിക്കുന്നത് തീർച്ചയായിട്ടും മാക് മിനിയിലായിരിക്കും. അപ്പോൾ അതും നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യം, M1 M2 ബേസ്ഡ് ആയിട്ടുള്ള ഡിവൈസുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ സോഫ്റ്റ്വെയറിൽ ഉപയോഗിക്കപ്പെടുന്ന പ്ലഗിൻസ് ഇതുമായിട്ട് കമ്പാറ്റബിൾ ആണോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് നോക്കുക. കാരണം ചില സോഫ്റ്റ്വെയർസും ചില പ്ലഗിൻസും ഒന്നും M1ലും M2ലും ഇപ്പോൾ പ്രോപ്പറായിട്ട് സപ്പോർട്ടിങ് അല്ല. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കണം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാൾ ആപ്പിൾ ഉപയോഗിച്ചിരുന്നത് ഇൻ്റൽ ബേസ്ഡ് പ്രോസസ്സറുകളാണ്. ഇൻ്റൽ ബേസ്ഡ് പ്രോസസ്സറുകളെല്ലാം x86 എന്ന സ്ട്രക്ചറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർസും പ്ലഗിൻസും ആയിരുന്നു ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ആർമിലേക്ക് വന്ന സമയത്ത് M1 എന്ന് പറയുന്നത് ഒരു ARM ടെക്നോളജിയാണ്. M1 M2 എല്ലാം ഒരു ARM ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്ന പ്രോസസ്സറാണ്. അതുകൊണ്ട് തന്നെ ARM പ്രോസസ്സറുകൾ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് അവരുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ചില സോഫ്റ്റ്വെയർസും അവർ കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസും തേർഡ് പാർട്ടി പ്ലഗിൻസും എല്ലാം ഈ ARM കമ്പാറ്റബിൾ ആക്കി അവരുടെ പ്ലഗിനുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില പ്ലഗിൻസൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഇപ്പോഴും ഒരുപാട് ബഗ്സും വർക്കിംഗ് ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ അതും നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. പിന്നെ ഗെയിമിങ്ങിന് നിങ്ങൾ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിലും വിൻഡോസ് ലാപ്ടോപ്പുകളിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. കാരണം മാക് ഡിവൈസുകളിൽ ഇപ്പോഴും ഗെയിമുകൾ കുറേയൊക്കെ സപ്പോർട്ടായി വരുന്നതേ ഉള്ളൂ. ഇപ്പോഴും പല ആളുകളും മാക്കിൽ കുറേ ഗെയിംസ് കളിക്കുന്നത് ക്രോസ് ഓവറും പാരലൽ പോലുള്ള ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അത് ചില സാഹചര്യങ്ങളിൽ വളരെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. മാത്രമല്ല കുറേ ഗെയിംസ് ഇപ്പോഴും മാക് ഡിവൈസുകൾ കമ്പാറ്റബിളും അല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാനുള്ളത്. ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ തൽക്കാലം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് നിർത്താനായിട്ട് ശ്രമിക്കുകയാണ്. നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്യുക. ഞാൻ അടുത്ത വീഡിയോയിൽ അത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും രീതിയിലുള്ള മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ അതും തീർച്ചയായിട്ടും കമൻറ്റിൽ നിങ്ങളത് രേഖപ്പെടുത്തേണ്ടതാണ്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം.